ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. കുറേ അധികം ദിവസമായിട്ട് ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കാമായിട്ട് അല്ലെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ അന്ന് ചെയ്യുന്നതല്ലേ. അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു എങ്കിലൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാം. നമ്മുടെ പ്രാവ് മിസ്സായിപ്പോയി കേട്ടോ. ഇതിനെ ഒരു ഈഗിൾ പിടിച്ചുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. നമ്മൾ ക്യാമറയിൽ നോക്കിയപ്പം CCTV കൂടെ നോക്കിയപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത് കുറച്ചങ്ങ് പറന്നകന്നത് മാത്രം കണ്ടു. പക്ഷേങ്കിൽ അത് മിസ്സായിപ്പോയി. എൻ്റെ വളരെ ഫേവറേറ്റ്, വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു pigeon ആയിരുന്നു അത് മിസ്സായിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാറാണല്ലോ. വാർ നടക്കാൻ നേരം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിൽ കൂടെ മെയിനായിട്ട് ഇപ്പം നമ്മളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പെട്രോളിൻ്റെ വില കൂടുന്നതോ അല്ലെങ്കിൽ 5 രൂപ പെട്രോളിന് കൂടി അല്ലെങ്കിൽ LPG ഗ്യാസിൻ്റെ ഷോർട്ടേജ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. അത് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ ഒരുപാട് സോൾജേഴ്സ്, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ, ഒരുപാട് പേരുടെ ജീവിതം ഈ ഇതിലൂടെ ഒക്കെ നഷ്ടമായി പോവുകയാണ്. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ നമ്മളെ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വളരെ സേഫായിട്ടിരിക്കുന്നു. അതിന് നമുക്ക് ദൈവത്തോട് വളരെ എന്ത് നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ. എങ്കിലും ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ പട്ടിയെ കാണുമ്പോൾ നമുക്ക് പട്ടി കടിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുള്ളിലുള്ളതുപോലെ തന്നെ പട്ടിക്ക് കല്ലെറിയുമോ എന്ന ആശങ്കയും പട്ടിക്കും ഉണ്ടാവും അല്ലേ. അതാണിപ്പോൾ സത്യത്തിൽ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കും? ഇവിടെ രണ്ടും തമ്മിലുള്ള ശരിക്കും എന്താണെന്ന് പോലും ക്ലിയർ ആകാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സ്ട്രെസ്ഫുള്ളായിട്ടും എങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിനെ പീസാക്കിക്കൊണ്ട് പോവുക കേട്ടോ. സമാധാനത്തിലൂടെ തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഉണ്ടാക്കിക്കൊണ്ട് മാങ്ങ പറിച്ചു. കുറച്ച് ഇതുപോലെയുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ഇട്ടൊരു മിക്സാക്കി സ്വല്പം ഒരു തുള്ളി വിനാഗിരി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. ഇങ്ങനെ ഇത് ഇഷ്ടമുള്ളവർ, എനിക്കിഷ്ടമാണ് കേട്ടോ, ഞാനിങ്ങനെ കഴിക്കാറുണ്ട്. പല രീതിയിലുണ്ട്. ചിലപ്പോൾ ഞാൻ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുമൊക്കെ കഴിക്കാറുണ്ട്. എന്തോ ടേസ്റ്റാണെന്നറിയോ. ഇപ്പോൾ ഇത് ഞാൻ വീഡിയോ പറയുമ്പോൾ തന്നെ എനിക്ക് നാക്കിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണിത്. അതെ, നമ്മൾ പലർക്കും ജീവിതത്തോട് തന്നെ ഒരു ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. ജീവിതത്തെ അങ്ങ് വെറുത്ത് പോയി, ഐ എം വെരി സ്ട്രെസ്ഫുള്ളായിട്ടൊക്കെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തോട് നമുക്കൊരു പ്രണയം തോന്നണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെടണമെങ്കിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രണയിക്കണമെങ്കിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മളെ കൂട്ടിന് വേണം. ഒരാളെന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ളവർ നമ്മളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മളെ പ്രണയിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒന്നുകിൽ ശരിക്കും നമ്മളെ പ്രണയിക്കാൻ നമ്മുടെ കൂടെയുള്ള ഒരാൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പെറ്റ്സ് ആയാലും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കൂടെ കൂട്ടുന്നത് നമുക്കൊരു ബലമാണ് കേട്ടോ. എപ്പോഴും അത് ഒരു വളരെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ മിണ്ടിയും പറഞ്ഞും ഒക്കെ നമ്മൾ കുറച്ച് നേരം ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒപ്പം നമ്മൾ യാത്ര പോവുക ഒക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് രസകരമാക്കി മാറ്റിയെടുക്കാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് സന്തോഷമാക്കാനും പറ്റും കേട്ടോ. നമ്മുടെ ജീവിതത്തെ നമ്മൾ സന്തോഷമാക്കി മാറ്റുമ്പോഴാണ് അവിടെ ദൈവവും പ്രസാദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ദുഃഖം ആണ് പറയുന്നത്. ദുഃഖമാണോ, എനിക്ക് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദ ലൈഫ്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഹാപ്പി വിത്ത് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് തിങ്കിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതിനെ എല്ലാം നമ്മൾ സ്നേഹിക്കണം. നമ്മളെങ്ങനെയാണ് ഒരു പോസിറ്റീവ് വൈബ് ഒരാളിലേക്ക് എത്തിക്കുന്നത് എന്ന് അതുപോലെ തന്നെ നമുക്കും തിരിച്ചും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്ലസൻ്റ് ആയിരിക്കുക, നമ്മൾ ചുറ്റുമുള്ളതിനെ എല്ലാം പ്രണയിക്കുക. അന്നേരം അത് നമ്മളെ പ്രണയിക്കട്ടോ. അത് ഈവൻ ഒരു വഴിവക്കിലെ അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ സൈഡിൽ കാണുന്നൊരു കാട്ടുപൂവാണെങ്കിലും യാത്രകൾക്കിടയിൽ കാണുന്ന പല കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സുഖം തരും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ജീവിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള വളരെ ഹാപ്പിയായി ജീവിക്കുക. നമ്മൾ
നമ്മുടെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ പീസ് എല്ലാം നമ്മുടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ചുറ്റും ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് കൈ കൊടുത്ത് ഹായ് ഹലോ, നമ്മൾ എത്ര നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ കാണും. എങ്കിലും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരാളെ ഒന്ന് കാണുമ്പോൾ സന്തോഷം, ഹായ് ഹൗ ആർ യു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഹഗ് ചെയ്യുക, ഒരു സന്തോഷം ചെയ്യുക. അന്നേരം അവർക്ക് എത്ര വിഷമമാണെങ്കിലും അവർക്കൊരു സന്തോഷം തോന്നും കേട്ടോ. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുക, നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ കാലത്ത് നമ്മൾ വിചാരിക്കും നമ്മളെപ്പോഴും നമ്മളെ ജോലി, സ്ട്രെസ്സ്, ബിസിനസ്, ടെൻഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ലോകത്ത് ഇപ്പോൾ കാണുന്ന ഒരു സിറ്റുവേഷൻസിൽ ഉള്ളതൊക്കെ മതിയെന്ന് തോന്നൽ വേണം നമുക്ക്. ഇത് മതി എന്ന തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ കൂട്ടുകാരെ? അല്ലെങ്കിൽ നമ്മൾ ഭാവിയും ഭൂതവും അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഉണ്ടാക്കണം, കുറച്ചുകൂടി കൂട്ടിയും കുറച്ചും ഒക്കെ ഇരുന്നാൽ നമ്മൾ ചത്തുപോയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യം എന്താണോ അതങ്ങ് ചെയ്യണം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് എന്ത് കാര്യത്തിലാണ് ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നമുക്ക് വലിയ കാര്യങ്ങൾ, ചിലർക്ക് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം വഴിയരികിലെ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ ഐ എം വെരി ഹാപ്പി കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുമോ ഇത് ചുമ്മാ പറയുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂ വിരിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഐ വിൽ ഗെറ്റ് ഹാപ്പിനെസ്. അതാണ് നമ്മളും അതുപോലെ തന്നെ അങ്ങനെ തന്നെ വേണം കേട്ടോ. അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ, നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഇത് കണ്ടോ, ഒരു ബക്കറ്റിൽ ഒരു എലിക്കുഞ്ഞ് ട്രാപ്പായി പോയതാണ്. എന്ത് ക്യൂട്ടാണ് അതിനെ കാണാനല്ലേ. അന്നേരം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു തമാശ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എവിടുന്നോ വരുന്നു. ഇതൊരു എലിയുടെ കുഞ്ഞാണെങ്കിൽ കൂടി നമുക്ക് ശല്യമാണെങ്കിൽ തന്നെ അതിനെ കാണുമ്പോൾ നമുക്കൊന്ന് സന്തോഷിക്കാനും ഒന്ന് ചിരിക്കാനും പറ്റുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ചിരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്കതിനെ കാണുമ്പോൾ ഒന്ന് സന്തോഷിക്കാൻ പറ്റണം കേട്ടോ. അതാണ് ഏറ്റവും വലുത് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷിച്ചാൽ മാത്രമേ ഞാനും ഒക്കെ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആസ്വദിച്ചു എന്നൊക്കെ പറ്റുള്ളൂ കേട്ടോ. അല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കുന്നുണ്ടോ എന്നും എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് ഓർത്തു. പിന്നെ കുറച്ച് സമയം നമ്മുടെ ചെടികളുടെയൊക്കെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കുമ്പോഴുണ്ടല്ലോ, ചെടിയുടെ നല്ലപോലെ ഇറേഷനൊക്കെ വന്ന് നമ്മളിടുന്ന വളമൊക്കെ മണ്ണിലേക്കൊന്ന് ഇളക്കി മിക്സായിട്ട് ചേരാനും, അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലപോലെ അത് മണ്ണിലോട്ടൊന്ന് ചേരാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത ഒരു ഇറേഷൻ അതിൻ്റെ ചെടികളുടെ റൂട്ടിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ഇടുന്ന ന്യൂട്രീഷനും നമ്മളിടുന്ന വളമൊക്കെ ചെടിക്ക് അബ്സോർബ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? എനിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെടികളെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമായിട്ട് തോന്നും. ഓക്കെ, കുറേ അധികം ദിവസമായിരുന്നു ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും സമയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കുറേ സമയം ഉള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എന്ന് തീരുമാനിച്ചു. ചെടികൾ നനയ്ക്കുക, ചെടിയുടെ ചട്ടിയിലൊക്കെ നിൽക്കുന്ന പുല്ലുകൾ പറിച്ച് കളയുക, പിന്നെ ചെടിക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു സന്തോഷം. അത് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നോ, എന്തിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നോ അവിടെയാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. അതായത് കാര്യങ്ങൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ലീഡ് ചെയ്യുക കേട്ടോ. ഇപ്പം പിന്നെ എല്ലായിടത്തും ചക്ക, മാങ്ങ, തേങ്ങ ഇതിൻ്റെയൊക്കെ ഒരു കാലമാണല്ലോ. ഇവിടെ ഇത് കണ്ടോ, നിറയെ നമ്മുടെ ഇതിൻ്റെ പേരെന്തോ
അമ്പഴങ്ങ നിറയെ അത് ഇപ്പോഴും ഓൾ സീസൺ എന്ന് പറയുന്നത് ഓൾ സീസൺ എന്ന് തന്നെ പറയണം. എവറി ഡേ എന്നും ഈ അമ്പഴങ്ങ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതിപ്പോൾ വാങ്ങാൻ കിട്ടും, എല്ലാ നഴ്സറികളിലും കിട്ടുന്ന ഒരു ചെടി കേട്ടോ. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് ഒന്നും വേണ്ട കേട്ടോ. വളരെ ഷോർട്ടായിട്ട് നിന്ന് തന്നെ കായ്ക്കും, നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റും. ഇത് പച്ചയ്ക്ക് തിന്നാനും നല്ലതാണ്, പഴുക്കുമ്പോഴും നല്ല മധുരമാണ്. പച്ചയ്ക്ക് പറിച്ച് സെയിം നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ നമുക്കതുപോലെ തന്നെ ഉപ്പിലൊക്കെ ഇട്ട് തിന്നാൻ നല്ലൊരു ചോയ്സാണ് കേട്ടോ. ജസ്റ്റ് ഉപ്പിലിടുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ഉപ്പും കുറച്ച് പച്ചമുളകും ഒരു കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് ഉപ്പിലിട്ട് തിന്നാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം അതിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ ലെമൺ വൈനും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു ചെറിയൊരു ഫ്രൂട്ടാണെന്ന് പറയാം കേട്ടോ. ഇതിങ്ങനെ പറിച്ച് തിന്നുവാണെങ്കിൽ ഈ ഒരു ലെമൺ വൈൻ്റെ പ്രത്യേകത തന്നെ ഒരുപാടങ്ങ് പുളിയില്ല കേട്ടോ. ചിലത് പച്ചയ്ക്ക് പറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുളിയാണ്, നമ്മുടെ ഒരു നാരങ്ങയുടെയും അത് വേറൊരു ടേസ്റ്റ് പോലെയൊക്കെ തോന്നും. ഇത് പക്ഷേ ഓക്കെയാണ് കേട്ടോ. ഭയങ്കര സ്വീറ്റ്നെസ്സും ഇല്ല, എന്നാൽ പുളിയും ഇല്ലാത്തൊരു ടൈപ്പാണ്. നല്ല കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല അറാബ ഫ്രൂട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെ, അറാബ ഫ്രൂട്ടും അതുപോലെ തന്നെ ഇതും നിങ്ങൾ കണ്ടു കാണുമല്ലോ റബ്ബർ ഫ്രൂട്ടിൻ്റെ അത് അതുപോലെയൊക്കെ തന്നെ സെയിം കണ്ട ഒരുപോലെയൊക്കെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൊമഗ്രാനറ്റും ഇപ്പം നിറയെ അങ്ങ് കായ്ച്ചിട്ടുണ്ട്, ഒരുപാട് പൊമഗ്രാനറ്റ്. അതിനിപ്പം എനിക്കൊന്ന് മാർക്കറ്റിൽ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. 280 സംതിങ് ഉണ്ട് 1 kg പൊമഗ്രാനറ്റിന്. അന്നേരം ഇതും നല്ല കേട്ടോ, കാരണം ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻ സിയും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പൊമഗ്രാനറ്റ് എന്ന് പറയുന്നത്. മാക്സിമം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോട്ടീൻ സോഴ്സ്, നല്ലപോലെ പ്രോട്ടീൻ സോഴ്സ് വെജിറ്റബിൾ സോഴ്സ് ആയാലും അതുപോലെ തന്നെ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് നല്ലൊരു വെജിറ്റേറിയൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയില കേട്ടോ. നല്ലൊരു മുരിങ്ങയില നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒത്തിരി നല്ല കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.